श्वेता जी 1 सेकेंड और अखिल भैया बताओ अब बोलो। अभी कितना साल से हम लोग कॉमेडी मास्टर्स इधर मनाता है? मुझे नहीं पता है, वो दोनों दिन में है। केरला से बहुत बड़ा आदमी लोग इधर आके अभी करता है, कोई काम करता है। अभी हम लोग को दिल्ली से कोई आदमी लोग को इधर लेके आके अभी हम लोग को इधर मनाना शुरू करता है। ഹലോ അമ്മ ചാനൽ മാറ്റല്ലേ, ഇത് DD നാഷണൽ അല്ല, അമൃത TV തന്നെ. ഇവർക്കെന്തോ ഭ്രാന്ത്. ശരി അമ്മ ഭ്രാന്തല്ല, ഞങ്ങൾക്ക് കേന്ദ്രത്തിലും പിടിയുണ്ടെന്നുള്ളത് ഞങ്ങൾ അറിയിക്കാൻ പോവുകയാണ്. പറഞ്ഞു കൊടുക്കളിയാ. ഇവിടെ മാത്രമല്ലടാ, നമുക്ക് ഡൽഹിയിലോട്ടടാ പിടി. ഇത് റീടെലികാസ്റ്റ് ഉണ്ടോ? ഒറ്റത്തോടെ ഉള്ള റീടെലികാസ്റ്റ് ഉണ്ട്. कॉमेडी मास्टर्स के ये शानदार मंच में नाच करने के लिए आ रहे हैं. കോമഡി മാസ്റ്റേഴ്സിൽ നമ്മൾ അറിയാതെ ഏത് ശാന്താണ് അവരുടെ? ഏത് ശാന്തത്? നമ്മൾ ഇത്ര ഇവിടെ ഏത് ശാന്തത്? ഇവിടെ നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്, അതുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് ഹിന്ദിയിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. മലയാളത്തില് 2 അക്ഷരം കൂട്ടി വായിക്കാൻ പറ്റാത്തവനാ. അല്ല, മലയാളത്തിലെ ചാനലിൽ മലയാളം കോമഡി പറഞ്ഞ് തീർന്ന് ഇനി ഹിന്ദി പിടിക്കാനാണ്. നമ്മൾ ഹിന്ദിയിലോട്ട് മോശമൊന്നുമല്ല നമുക്ക്. അയ്യോ സോറി, एक പെരുമ്പാവൂർക്കാരൻ. हिंदी उतना बड़ा मालूम है, इसके अंदर कोई लड़की लोग नहीं है. നിങ്ങളെ പെരുമ്പാവൂർ ജംഗ്ഷനിൽ ഞാൻ രാവിലെ അത് ഷൂട്ടില്ലാത്ത ദിവസങ്ങൾ പണിക്ക് വേണ്ടി പോയിരിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കേന്ദ്രത്തിൽ നാളെ എത്തിയിരിക്കുകയാണ്. ഡാൻസ് ബ്ലാസ്റ്റേഴ്സ് ആണ് എത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടുകൂട്ടമായിട്ട്. ഡൽഹി. നിങ്ങൾ ഡൽഹിയിലാ? നാട്ടില് പരിപാടിയൊന്നും ഇല്ല. പിന്നെ ഡൽഹിയിൽ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പിടിച്ചു കയറണം. ഇനി നോർത്ത് ഇന്ത്യ ഉള്ള ഒരു ശരണം. അവിടെ കൂടെ നശിപ്പിക്കും. പറയൂ, നിങ്ങൾ ഡൽഹിയിൽ എവിടെയാ? നോയിഡ ആ ഭാഗത്തൊക്കെയാണോ? ഇല്ല, ഞങ്ങള് ഡൽഹിയിലെ മെഹ്റോളി എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ്, നമ്മുടെ കുത്തബ് മിനാറിന്റെ അടുത്തായിട്ട്. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ചോദിച്ചില്ലേ ചേർന്നിട്ടാണ്. അല്ല, ഇവര് മലയാളം പറയോ? നല്ല മലയാളം. ഞങ്ങൾ നന്നായിട്ട് മലയാളം പറയും. ഡൽഹിയിലെ കേരളത്തിലാണോ? ഡൽഹി ഒരു കൊച്ചു കേരളം തന്നെയാ, അവിടെ എല്ലാം ഉണ്ട്. അതെ, ഇവിടെ എങ്ങനെയാണോ നമ്മൾ ഓണം വിഷു എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന സെയിം രീതിയിൽ ഞങ്ങൾ ഡൽഹിയിലും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? എല്ലാം സുഖം. അവിടെ കുട്ടികളെ കൊണ്ടുപോണോ? അവിടുത്തെ കുട്ടികൾ ചാന്ദിനി ചൗക്കി പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഡൽഹിയിൽ മലയാളീസ് ഉണ്ട്, അവിടെ ഓണം ഉണ്ട്, എല്ലാ ആഘോഷം ഉണ്ടെങ്കിലും കോമഡി മാസ്റ്റേഴ്സ് കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ടിവിയിൽ കാണാൻ പറ്റും, അത് ശരിയാണ്. പക്ഷെ ഇത് ഒന്ന് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫ്ലോറിൽ തന്നെ വരണം, അല്ലെ? ഇന്നത്തെ മെയിൻ ആരാന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഞങ്ങളുടെ മെയിൻ ആയ ശ്വേത ചേച്ചി അനൗൺസ് ചെയ്തോളൂ. അപ്പോ മാമ അനുഗ്രഹിക്കണേ. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നമ്മളുടെ എല്ലാവരെയും പുതിയ എൻട്രി അമ്മ. അമ്മ എന്തായാലും നമ്മളെ ഇപ്പൊ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു, ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു, ഒരുപാട് ഒരു ഇമോഷൻ ഒരു ഇതിലായി. നമ്മളിപ്പോഴും അതൊന്ന് എന്താ പറയാ പുറത്ത് വന്നിട്ടില്ല. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പേടി ഉണ്ടായിരുന്നില്ല, ഭയങ്കര കോൺഫിഡൻ്റ്ലി സ്വന്തമായി. ഇത് സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ല, പക്ഷെ ഒരു സ്ക്രിപ്റ്റിനോട് മേലെയായിരുന്നു ആ ഒരു ഉള്ളിന്ന് ബ്ലോക്ക്, ഒരു എവിടെയും ഒരു സ്റ്റോപ്പ് ഇല്ല, ഒരു ഒഴുക്കായിരുന്നു. അമ്മേ സൂപ്പർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഓക്കെ, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ രാമിനി കുട്ടിയമ്മ. സന്തോഷായില്ലേ? അടുത്ത സ്ക്രിപ്റ്റ് ഞങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ മമ്മരെ പ്രേക്ഷകർ കൊടുക്കും. നാളെ മുതൽ 9 മണിയാകുമ്പോ എത്ര പേര് വന്നിരിക്കും ടിവിയുടെ ഫ്രണ്ടിൽ. ഇപ്പോഴാണ് കുടുംബമായത്, മാമനായി, അമ്മയായി, അതെ പെങ്ങളായി, ഏറ്റവും അമ്മായി, മൂത്ത അപ്പച്ചിയായി. ഇതിനാണോ ഒരു കുടുംബം? ഇതിന്നൊരു ഹസ്ബൻഡ് കൂടെ മതി. ചേച്ചിക്കോ ഞങ്ങൾക്കോ? ചേച്ചിക്ക്. ഞങ്ങൾ എല്ലാരും കൂടെ കല്യാണം കഴിച്ചവരാട്ടോ. ഇനി കല്യാണം കഴിക്കാനായിട്ട് ആരും ഇല്ല. എന്നെ കണ്ട കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയെ പോലെ തോന്നിക്കുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയുടെ അമ്മയായിട്ട് തോന്നുന്നുണ്ട്. ആ കുട്ടി നല്ല നിലവാരമുള്ള ഒരു കൗണ്ടർ ആയതുകൊണ്ടും അവൾ എന്നെ ഒറ്റയടിക്ക് അടിച്ച് താത്തിയത് കൊണ്ടും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.